Hi dear students, +1 മാത്തമാറ്റിക്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 8.2-ലെ 26-27 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26, ഇൻസേർട്ട് 2 നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 81 so that the resulting sequence is a GP. ജിയോമെട്രിക് മീൻസ് ഇൻസേർട്ട് ചെയ്യുന്ന മോഡലുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ നമ്മൾ ആദ്യം 2 നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 81 എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 3 എന്ന് എഴുതുന്നു, കോമ, ജിയോമെട്രിക് മീൻ ഫസ്റ്റ്, സെക്കൻഡ്, ഡാഷ്, ഡാഷ്, 81. ഇതാണല്ലോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. നമുക്ക് ഈ ഫസ്റ്റ് മെമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടിയാൽ മതി. കോമൺ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻറ്റു ആ കോമൺ റേഷ്യോ, വീണ്ടും ദിസ് നമ്പർ ഇൻറ്റു കോമൺ റേഷ്യോ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേമാണ് ഇവിടെ, ഫോർത്ത് ടേമാണ് 81 എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോർത്ത് ടേം ഈസ് 81, ഫോർത്ത് ടേം A4 ആണല്ലോ 81. Now what is fourth term of a GP? നമുക്കറിയാം fourth term is എന്ന് പറഞ്ഞാൽ AR cube ആണ്. AR cube is equal to 81. Okay, now what is A? This is A. A is first term 3. 3 into R cube. 3 into R cube is equal to 81. Therefore, R cube is what? R cube is equal to 81 divided by 3. 81 divided by 3 എന്ന് പറഞ്ഞാൽ 27. 81 divided by 3 is equal to 27. R cube is equal to 27. അപ്പോൾ R is equal to what? 3 അല്ലേ? 3യുടെ ക്യൂബാണല്ലോ 27. സോ R is equal to 3. നമുക്ക് കോമൺ റേഷ്യോ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ആദ്യം 3 എഴുതി, ദിസ് ഈസ് അവർ 3, ഫസ്റ്റ് നമ്പർ, കോമ. നൗ 3 into 3. 3 into 3 is what? 27. Sorry, 3 into 3 is equal to 9. 9 into 3 is equal to 27. And last 27 into 3 is equal to 81. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? 9, 7. So 9 and 7 are the 2 numbers between 3 and 81. Now ഈ സീക്വൻസ് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. 3 into 3 9, 9 into 3 27. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതായോ, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, 9 and 27. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് n so that a raised to n plus 1 plus b raised to n plus 1 divided by a raised to n plus b raised to n may be the geometric mean between a and b. നമുക്കറിയാം, രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്, സപ്പോസ് എയും ബിയും ആണ് നമ്പേഴ്സ് എന്ന് വിചാരിച്ചോളൂ. എയും ബിയും ആണ് നമ്പേഴ്സ്. എയുടെയും ബിയുടെയും ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ജിയോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ്. സോ ജിയോമെട്രിക് മീൻ ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു റൂട്ട് എ ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് എ ബി ആണ് ജിയോമെട്രിക് മീൻ. നോ, ജിയോമെട്രിക് മീൻ റൂട്ട് എ ബി ആണ്. ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ് ജിയോമെട്രിക് മീൻ എന്നാണ്. ഓക്കെ, എ റേസ് 10 plus 1 plus ബി റേസ് 10 plus 1 ഡിവൈഡഡ് ബൈ എ റേസ് 10 plus ബി റേസ് 10 ആണ് എന്ത് പറഞ്ഞത്? ജിയോമെട്രിക് മീൻ. അപ്പോൾ ഈ ജിയോമെട്രിക് മീൻ തന്നെയാണ് ഈ ജിയോമെട്രിക് മീൻ. സോ നമുക്ക് എങ്ങനെ എഴുതാം? therefore a raised to n plus 1 plus b raised to n plus 1 divided by a raised to n plus b raised to n എന്ന് പറഞ്ഞ ജിയോമെട്രിക് മീൻ തന്നെയാണ് ഈ റൂട്ട് എ ബി എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും, ഇത് ജിയോമെട്രിക് മീനാണ്, ഇതും ജിയോമെട്രിക് മീനാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ജിയോമെട്രിക് മീൻ. പക്ഷേ നമുക്കറിയാം എയുടെയും ബിയുടെയും ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എ ബി ആണെന്ന് നമുക്കറിയാം. ദിസ് ഈസ് ബൈ ഡെഫിനിഷൻ. ഈ ഇക്വേഷൻസ് കറക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ഇത് എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നോക്കിയാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. n is equal to half ആയിരിക്കും. n is equal to -half ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. n is equal to -half. ഇതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഒരു ലെങ്തി പ്രൊസീജിയറാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. n is equal to -half കൊടുത്താൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അത് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ n is equal to -half എന്ന് കൊടുക്കുന്നു. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡ് is equal to a raised to n-ന് ഹാഫ് -half കൊടുത്താൽ -half plus 1 plus b raised to -half plus 1 divided by, ഇവിടെ a raised to -half, a raised to -half plus b raised to
മൈനസ് ഹാഫ്. ഇത് ചെയ്താൽ നമുക്ക് റൈറ്റ് സൈഡ് കിട്ടും. ഓക്കെ, നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് 1. മൈനസ് ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഹാഫ് ആണല്ലോ. 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. സോ ദിസ് ഈസ് എ റേസ് ടു ഹാഫ് പ്ലസ് വീണ്ടും ബി റേസ് ടു 1 മൈനസ് ഹാഫ്. 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഹാഫ് ആണ്. ബി റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ഈ എ റേസ് ടു നെഗറ്റീവ് ഹാഫിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 ബൈ എ റേസ് ടു ഹാഫ്. 1 ബൈ എ റേസ് ടു ഹാഫ് പ്ലസ് 1 ബൈ ബി റേസ് ടു ഹാഫ്. ഓക്കെ, നൗ എ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എ ആണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഡിവൈഡഡ് ബൈ ദിസ് ഈസ് എങ്ങനെ എഴുതാം നമുക്ക് 1 ബൈ റൂട്ട് എ പ്ലസ് 1 ബൈ റൂട്ട് ബി എന്ന് എഴുതാം. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെവലാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഡിവൈഡഡ് ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് ബി പ്ലസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ റൂട്ട് എ ബി എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. നൗ ഈ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്. റൂട്ട് എ പ്ലസ് റൂട്ട് ബി, ഇതും റൂട്ട് എ പ്ലസ് റൂട്ട് ബി ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് മേലോട്ടെത്തും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? റൂട്ട് എ ബി എന്ന് ലഭിക്കും. ഇതാണല്ലോ നമ്മുടെ റൈറ്റ് സൈഡ്. കണ്ടോ, ഇത് റൈറ്റ് സൈഡ് അല്ലേ, RHS. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എക്സ്പ്രഷന് എക്സ്പ്രഷനിൽ എന്നിന് മൈനസ് ഹാഫ് എന്ന് കൊടുത്താൽ കറക്റ്റ് റൂട്ട് എ ബി നമുക്ക് ആൻസർ ലഭിക്കും. സോ ദ വാല്യൂ ഓഫ് എൻ ഈസ് വാട്ട്? ദ വാല്യൂ ഓഫ് എൻ ഈസ് മൈനസ് ഹാഫ്. ഇതെങ്ങനെ കിട്ടിയെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പോണൻഷ്യലിൻ്റെ റൂൾസ് ഒക്കെ ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് n = മൈനസ് ഹാഫിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് n = -1/2 എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ കഴിയും. അതല്ല, അത് ഫുൾ സോൾവ് ചെയ്യണമെന്നുള്ളതെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇവിടെ സിംപ്ലിഫിക്കേഷനൊക്കെ എക്സ്പോണൻഷ്യൽ റൂൾസ് ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് റൂട്ട് എ പ്ലസ് റൂട്ട് ബി ആണ്. ഇതും റൂട്ട് എ പ്ലസ് റൂട്ട് ബി തന്നെയാണ്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ന്യൂമറേറ്ററിലേക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ 2 പ്രോബ്ലത്തിൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.